ചാപ്റ്റർ 1 ലാർജ് നമ്പേഴ്സ് അറൗണ്ട് അസ് ഗ്രേഡ് 7-ന്റെ ബാക്കിത്തെ പോർഷനാണ് എടുക്കുന്നത്. ആദ്യത്തെ പോർഷൻ ഫസ്റ്റ് വീഡിയോസൊക്കെ എല്ലാവരും കാണുക. ഇത് ലാസ്റ്റ് പോർഷനിലേക്ക് എത്തി. ഇനി ഒരു ഫിഗർ ഇറ്റ് ഔട്ടും കൂടിയേ നമുക്ക് ചെയ്യാനുള്ളൂ. ഗ്രേഡ് 6 മുതൽ +2 വരെയുള്ള വീഡിയോസ് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വർക്ക്ഷീറ്റ് ഉണ്ട്, എക്സ്ട്രാ ക്വസ്റ്റ്യൻ പേപ്പർ 10th ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കാണുക. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിഡ് യു എവർ വണ്ടർ എന്ന് പറയുന്ന പോർഷൻ മുതലാണ് എടുക്കാനുള്ളത്. അതിൻ്റെ അകത്ത് ഷിപ്പിൻ്റെ ഇതൊക്കെ പറയുന്നുണ്ട്. ഫസ്റ്റ് പോർഷൻ നോക്കാം. എസ്തു ഈസ് അമ്യൂസ്ഡ് ബൈ ഓൾ ദീസ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അബൌട്ട് ലാർജ് നമ്പേഴ്സ്. നമ്മളാണെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് ലാർജ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ നമുക്കും ഒരു വണ്ടർ അടിച്ചു വരും. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം വൈൽ തിങ്കിങ് അബൌട്ട് ദീസ് ഹി കെയിം അപ്പ് വിത്ത് അൺയൂഷ്വൽ ക്വസ്റ്റ്യൻ. ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമായിട്ടൊക്കെ പിള്ളേർ ഇറങ്ങിയപ്പോഴാണ്. കുഡ് ദ എൻറ്റയർ പോപ്പുലേഷൻ ഓഫ് മുംബൈ ഫിറ്റ് ഇൻ ടു 1 lakh ബസ്സസ്. 1 ലക്ഷം ബസ്സിൻ്റെ അകത്തേക്ക് ഈ മുംബൈയിലെ ഫുൾ പോപ്പുലേഷൻ കയറുമോ? മുംബൈയിലെ പോപ്പുലേഷൻ നമുക്ക് കിട്ടിയത് 1 crore 24 lakh എന്നും പറഞ്ഞുകൊണ്ടാണ്. ഏകദേശം അത്രയാണ് വന്നേക്കണത്. അപ്പം 1 ലക്ഷം ബസ്സിൻ്റെ അകത്ത് മുംബൈയിലെ ഫുൾ പോപ്പുലേഷൻ കൊള്ളുമെന്നാണ് ചോദിച്ചേക്കണം. വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾക്ക് എന്തോ തോന്നുന്നു? ഹൗ ക്യാൻ യു ഫൈൻഡ് ഔട്ട്? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ലെറ്റ് us assume a bus can accommodate 50 people. ഒരു ബസ്സിൽ 50 ആൾക്കാരെ കൊള്ളും. 50 people കൊള്ളും. ഒരു ബസ്സിൽ 50 people ആണുള്ളത്. നമുക്ക് എത്ര ബസ്സാണ് ചോദിച്ചേക്കണം? 1 ലക്ഷം ബസ്സിൽ ഇത്രയും പേരെ കൊള്ളിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചേക്കണം. അപ്പോൾ 1 ലക്ഷം ബസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും 1 lakh കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 1 lakh ഇൻറ്റു 50 ചെയ്യണം. 1 into 5 എന്ന് പറയുമ്പോൾ 5 കിട്ടി. പിന്നെ ഈ ഇതിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ സീറോസും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ കോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 lakh people. നമുക്ക് 1 ലക്ഷം ബസ്സിൽ 50 ലക്ഷം ആൾക്കാരെ കൊള്ളിക്കാം. പക്ഷേ നമുക്കിടെ പ്രശ്നം എന്നാ? മുംബൈയിലെ ടോട്ടൽ പോപ്പുലേഷൻ എത്രയാ? 1 crore 24 lakh ആണ്. നമ്മൾ മുന്നത്തെ ടേബിളിൽ അത് നോക്കുക. 1 crore 24 lakh ആണ് അവിടെ മുംബൈയിലെ പോപ്പുലേഷൻ. അപ്പോൾ ഒരിക്കലും ഈ എൻ്റയർ പോപ്പുലേഷൻ എന്ത് ചെയ്യില്ല? ഫുൾ ബസ്സിൻ്റെ അകത്തേക്ക് നമുക്ക് അതിനെ കയറ്റാൻ പറ്റില്ല. 1 crore 24 lakh ആൾക്കാരെ ഇതിൻ്റെ അകത്തേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി വേറൊരു ക്വസ്റ്റ്യൻ വന്നേക്കുവാണ്. ദ RMS ടൈറ്റാനിക് ഷിപ്പ് ക്യാരി 2500 passengers. ഈ RMS ടൈറ്റാനിക് ഷിപ്പിൻ്റെ അകത്ത് 2500 passengers കൊള്ളും. അങ്ങനെയാണെങ്കിൽ ക്യാൻ ദ പോപ്പുലേഷൻ ഓഫ് മുംബൈ ഫിറ്റ് ഇൻ 500 സച്ച് ഷിപ്പ്? അങ്ങനത്തെ ഷിപ്പിൻ്റെ അകത്ത് കൊള്ളും. അപ്പോൾ ഒരു ഷിപ്പിൻ്റെ അകത്ത് എത്ര പാസഞ്ചേഴ്സ് ഉണ്ട്? 2500 passengers കൊള്ളും. ഇവിടെ എത്രയാണ് ചോദിച്ചേക്കണേ? അങ്ങനത്തെ 5000 ഷിപ്പുകൾ കൊണ്ടുവരുവാണ്. അത്രയും ഷിപ്സ് കൊണ്ടുവരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 2500ൻ്റെ കൂടെ ആരെ മൾട്ടിപ്ലൈ ചെയ്യണം? 5000 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ 25 into 5 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എത്ര കിട്ടും? 125 കിട്ടും. ഇനി ബാക്കിത്തെ സീറോസ് ഇടുക. ഇവിടെ 2 സീറോസ്, ഇവിടെ 3 സീറോസ്. അത് കഴിഞ്ഞിട്ട് കോമ ഇടുക. അപ്പോൾ 1 crore 25 lakh ആൾക്കാരെ ഷിപ്പിൽ കൊള്ളും. നമുക്കിടെ മുംബൈയിലെ പോപ്പുലേഷൻ എത്രയേ ഉള്ളൂ? 1 crore 24 lakh ഉള്ളൂ. അപ്പം ഇവിടെ നമുക്ക് സുഖമായിട്ട് കയറ്റാൻ പറ്റും. കാരണം 1 ലക്ഷം ആൾക്കാരെ എക്സ്ട്രാ നമുക്ക് അതിൻ്റെ അകത്ത് കയറ്റാൻ പറ്റും. 1 crore 25 lakh ആൾക്കാരെ കൊള്ളും. നമുക്കിടെ കയ്യിൽ എത്രയേ ഉള്ളൂ? 1 crore 24 lakh ആൾക്കാരെ ഉള്ളൂ. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ അകത്ത് ആൾക്കാരെ കയറ്റാൻ പറ്റും. ഇനി ഇൻസ്പയർഡ് ബൈ ദിസ് സ്ട്രേഞ്ച് ക്വസ്റ്റ്യൻ റോസി വണ്ടേർഡ്. ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ റോസി വണ്ടർ അടിച്ചുപോയി. ഇഫ് ഐ കുഡ് ട്രാവൽ 100 kilometer every day, കുഡ് ഐ റീച്ച് ദ മൂൺ ഇൻ 10 years? ഇഫ് ഐ കുഡ് ട്രാവൽ 100 kilometers every day, ഒരു ദിവസം 100 kilometer ട്രാവൽ ചെയ്തു കഴിഞ്ഞാൽ 10 വർഷം കൊണ്ട് എനിക്ക് മൂണിലെത്താൻ പറ്റുമോ? അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് മൂൺ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 3,84,400 ആണ്. അപ്പം ഒരു ദിവസം ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 kilometer ആണ്. ഹൗ ഫാർ വുഡ് ഷീ ഹാവ് ട്രാവൽഡ് ഇൻ എ ഇയർ? അങ്ങനെയാണെങ്കിൽ ഒരു വർഷം എത്ര പോകണം? ഹൗ ഫാർ വുഡ് ഷീ ഹാവ് ട്രാവൽഡ് ഇൻ 10 years? അങ്ങനെയാണെങ്കിൽ 10 വർഷം എത്ര പോകണം? ഇറ്റ് ഈസ് നോട്ട് ഈസി ടു പെർഫോം ദീസ് കാൽക്കുലേഷൻസ് ഇൻ സ്റ്റേജസ്. യു ക്യാൻ സീ ദിസ് മെത്തേഡ് ഫോർ ഓൾ ലാർജ് കാൽക്കുലേഷൻ. ഇതൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി ടൈം എടുക്കും. അതുപോലെ തന്നെ
ഒരു വർഷത്തെ, ഇത് ഒരു ദിവസമാണ്. ഒരു വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വർഷമുണ്ട്? 365 ദിവസമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 100 into 365 ചെയ്യണം. 100 into 365 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 36500. അത്രയും ഡേയ്സ് ഉണ്ട്. ഇനി എന്താ ചെയ്തിരിക്കുന്നത്? ഇത് 1 ഇയറാ പറഞ്ഞേക്കണേ. എത്ര ഇയർ ഉണ്ട്? 1 ഇയറിലാണ് ഇത്രയും ഡേയ്സ് അല്ല, ഇത്രയും കിലോമീറ്റർ വരുന്നത്. ഒരു ദിവസം 100 കിലോമീറ്റർ. അപ്പൊ 365 ദിവസം എന്ന് പറയുമ്പോൾ 36,500 കിലോമീറ്റർ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ എത്ര വർഷത്തേക്കാ പോകാൻ പറഞ്ഞേക്കണത്? 10 വർഷത്തേക്കാ പോകാൻ പറഞ്ഞേക്കണം. അപ്പൊ ഇൻറ്റു 10 ചെയ്യണം. അപ്പൊ 10 ഇയേഴ്സിൽ എന്തോരം ട്രാവൽ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇൻറ്റു 10 ചെയ്യുമ്പോൾ 36520, പിന്നെ ഒരു സീറോയും കൂടി വരും. രണ്ട് സൈഡിലും നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്നത് 3,65,000. ഇവിടെ മൂണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാ പറഞ്ഞേക്കണത്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് മൂൺ എന്ന് പറയുന്നത് 384,400 കിലോമീറ്റർ ആണ്. അപ്പൊ 10 വർഷം കൊണ്ട് 3,84,400 കിലോമീറ്റർ ആണ്. അപ്പം 10 വർഷം കൊണ്ട് എന്തായാലും നമുക്ക് എത്തിച്ചേരാൻ പറ്റും. കാരണം ഇവിടെ നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ 100 കിലോമീറ്റർ വെച്ച് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ 3,65,000 നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇത് കുറവല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് സുഖമായിട്ട് എത്താൻ പറ്റുമെന്ന് മനസ്സിലാവും. ഫൈൻഡ് ഔട്ട് ഇഫ് യു റീച്ച് ദ സൺ ഇൻ എ ലൈഫ് ടൈം. സണ്ണിന്റെ അവിടെ നമുക്ക് എത്ര വർഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് അവിടെ എത്താൻ പറ്റും? ഇഫ് യു ട്രാവൽ 1000 കിലോമീറ്റർ എവറി ഡേ. ഒരു ദിവസം 1000 കിലോമീറ്റർ വീതം വെച്ച് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൂര്യന്റെ അവിടെ എത്താൻ പറ്റും. അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. മേക്ക് നെസസറി റീസണബിൾ അസംഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ അകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പർ വെയ്സ് 5 gram. ഒരു ഷീറ്റ് പേപ്പറിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 5 gram ആണ്. Could you lift 1 lakh sheet of paper together at the same time? 1 lakh ഷീറ്റ് പേപ്പർ നമുക്ക് ഒരുമിച്ച് പൊക്കാൻ പറ്റും. അപ്പോൾ ഒരു ഷീറ്റിൽ 5 gram. 1 lakh ഷീറ്റിൽ അപ്പോൾ എത്രയായിരിക്കും വരുന്നത്? 5 into 1 lakh ആയിരിക്കും വരുന്നത്. 5 into 1 lakh എന്ന് പറയുമ്പോൾ 5 lakh ആണ് വന്നത്. അപ്പോൾ 5 ഗ്രാമിന്റെ ഷീറ്റിന്റെ വെയിറ്റ് വെക്കുമ്പോൾ 5 ലക്ഷം ഷീറ്റാണ് നമ്മൾ എടുക്കുന്നത്. 5 ലക്ഷം ഷീറ്റ് എന്ന് പറയുമ്പോൾ 5 ലക്ഷം ഗ്രാം ആണ് അവിടെ വെയിറ്റ് വരുന്നത്. ഈ 5 ലക്ഷം ഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യണം? കിലോഗ്രാമിലേക്ക് മാറ്റണം. ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണ്? 1000 ഗ്രാം ആണ്. അപ്പൊ 5 lakh ഗ്രാം എന്ന് പറയുമ്പോൾ 5 ലാഖിനെ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാനായിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ 1000 ചെയ്യും. അപ്പൊ 3 സീറോസ് വെട്ടിക്കഴിയുമ്പോൾ നമുക്ക് 500 കിലോഗ്രാം കിട്ടും. ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് 500 കിലോഗ്രാം പറ്റുന്ന കാര്യമല്ല. അപ്പം ഒരു സിംഗിൾ ഷീറ്റ് പേപ്പറിന് 5 gram ആണെന്ന് പറഞ്ഞാലും പക്ഷെ 1 ലക്ഷം പേപ്പറിനെ ഒന്നും നമുക്ക് ഒറ്റയടിക്ക് പൊക്കാൻ പറ്റില്ല. കാരണം 500 കിലോഗ്രാം ഒക്കെ നമ്മൾ ഒരാളെ കൊണ്ട് അത് എടുത്താൽ പൊങ്ങൂല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 250 babies are born every minute across the world. വേൾഡിൽ മൊത്തം ഒരു മിനിറ്റിൽ 250 ബേബീസ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ will a million babies are born in a day? ഒരു ഡേയിൽ 1,000,000 ബേബീസ് ആണോ ഉണ്ടാകുന്നത്? ഇവിടെ ഇതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്തും മൂണിന്റെയും 10 ഇയറിൽ എന്തോരം ട്രാവൽ ചെയ്യുന്നുള്ളതും. ഇവിടുത്തെ കാൽക്കുലേഷൻ എളുപ്പമായിരുന്നു. ഇനി ഇതിന്റെ ഫൈൻഡ് ഔട്ട് ഇഫ് യു ക്യാൻ റീച്ച് സൺ ഇൻ എ ലൈഫ് ടൈമിൽ എത്താൻ പറ്റുമെന്ന്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ എന്ന് പറയുന്നത് ഇത്രയാണ് വന്നേക്കണത്. 147 മില്യൺ കിലോമീറ്റർ ആണ് വരുന്നത്. നമ്മൾ ഒരു ദിവസം എത്രയാണ് ട്രാവൽ ചെയ്യുന്നത്? 1 ഡേയിൽ 1000 കിലോമീറ്റർ ആണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് എത്ര വർഷം കൊണ്ടാണ് നമ്മൾ അവിടെ എത്തിച്ചേർന്നതെന്നാണ് നോക്കണം. അപ്പൊ ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ 3 സീറോസും കട്ടാം, ഇവിടുത്തെ 3 സീറോസും കട്ടാം. പിന്നെ നമുക്ക് വരുന്ന ആൻസർ എത്രയാണ് വരുന്നത്? 1,47,000 ഡേയ്സ് എന്നാണ് വന്നത്. ഈ 1,47,000 ഡേയ്സിൽ വരുമ്പോൾ അതിനെ നമ്മൾ ഇയറിലേക്ക് മാറ്റുവാണ്. 365 ദിവസം എന്ന് പറയുമ്പോൾ ഒരു ഇയർ ആലോ തന്നെ. അപ്പൊ അത്രയും ഡേയ്സും കൊണ്ട് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യാം.
4700 ഡിവൈഡഡ് ബൈ 365. 365 ഇത് ഡേയ്സിലായതുകൊണ്ട് ഇതിനെയും നമ്മൾ ഡേയ്സും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇയറിലെ കാൽക്കുലേഷൻ കിട്ടും. അപ്പോൾ 403 ഇയേഴ്സ്. ഒരു മനുഷ്യനെ കൊണ്ട് ഒരു ജീവിതകാലം 100 വയസ്സൊക്കെ നിൽക്കുള്ളൂ. അപ്പം 403 ഇയേഴ്സും കൊണ്ട് നമുക്ക് അവിടെ എത്തുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ നമുക്ക് ലൈഫ് ടൈമിൽ ഒരിക്കലും എത്രയും ഡിസ്റ്റൻസ് 1000 കിലോമീറ്റർ ഒരു ദിവസം ട്രാവൽ ചെയ്താൽ പോലും നമുക്ക് സണ്ണിന്റെ അടുത്ത് എത്താൻ പറ്റില്ല. അപ്പോൾ സണ്ണിന്റെ ഡിസ്റ്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്, ഇത്രയും കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. നമുക്ക് ഒരു ദിവസം 1000 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ദിവസം നമ്മൾ ട്രാവൽ ചെയ്യുന്ന എത്രയാണ്? 14700 ഡേയ്സ് വേണം നമുക്ക് എത്താനായിട്ട്. അത്രയും ഡേയ്സിന് നമുക്ക് ഒരു ഇയർ എന്ന് പറയുന്നത് 365 ഡേയ്സ് ആണ്. അതുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇത്. ഇനി സിംഗിൾ ഷീറ്റ് പേപ്പറിന്റെ കാര്യം നമ്മൾ ചെയ്തു. ഇനി നമുക്ക് 250 ബേബീസിന്റെ അല്ലേ നോക്കണം. ഒരു മിനിറ്റിൽ എത്ര ബേബീസ് ഉണ്ടാവുന്ന പറഞ്ഞേക്കണേ? 250 ബേബീസ് ഉണ്ടാവുന്ന പറഞ്ഞേക്കണത്. ഇനി എന്നാ പറഞ്ഞേക്കണേ? ഒരു ദിവസം, ഒരു മിനിറ്റിലാണ് 250. അപ്പൊ നമ്മൾ എത്ര കണ്ടുപിടിക്കണം? ഒരു മണിക്കൂറിൽ എത്ര ബേബീസ് ഉണ്ടാവുന്ന കണ്ടുപിടിക്കണ്ടേ? ഒരു മണിക്കൂറിന്റെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 250 ഇൻറ്റു 60 ചെയ്യണം. 215 ഇൻറ്റു 60 എന്ന് പറയുമ്പോൾ 15,000 ആണ് വരുന്നത്. 15,000 ആണ് ഒരു മണിക്കൂറിൽ. അത്രയും കുട്ടികളാണ് ഉണ്ടാക്കുന്നത്. 15,000 കുട്ടികളാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുന്നത്. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചേക്കണത് 24 hours ആണ് ചോദിച്ചേക്കണത്. 24 hours എത്ര കുട്ടികൾ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 50,000നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 15,000 ഇൻറ്റു 24 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട 36000 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3,60,000 ആണ് വരുന്നത്. അത്രയും കുട്ടികളായിരിക്കും. 24 hour എന്ന് പറയുമ്പോൾ ഒരു ദിവസമല്ലേ വരുന്നത്. ഒരു ദിവസത്തില് 3,60,000 ബേബീസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇത് 3 lakh എന്ന് പറയുന്ന മില്യന്റെ അടുത്ത് ആയിട്ടില്ല. മില്യന്റെ അകത്ത് ആവണമെങ്കിൽ ഇപ്പൊ ഇതിനെ മില്യനിലേക്ക് മാറ്റുവാണെങ്കിൽ 3 zeros ഒരുമിച്ച് പിന്നെ അടുത്ത ഇത്രേ വന്നോളൂ. ഇത് 360,000 എന്ന് പറഞ്ഞാൽ വന്നോളൂ. 360,000 വന്നിട്ടുള്ളൂ. അത്രയും ബേബീസ് ആണ് വന്നത്. പക്ഷെ നമുക്കിടെ അടുത്ത് ഇതെന്ന് പറയുമ്പോൾ മില്യൺ ആണ് ചോദിച്ചേക്കണേ. അപ്പോൾ ഒരിക്കലും അത്രയും 1 മില്യൺ പിള്ളേരൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവുന്ന ബേബീസ് എത്രയേ ഉള്ളൂ? 3,60,000 അത്രയും ബേബീസ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഇനി സി ക്വസ്റ്റിന്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത് ക്യാൻ യു കൗണ്ട് 1 million കോയിൻസ് ഇൻ എ ഡേ? ഒരു ദിവസം നമുക്ക് 1 million കോയിൻ കൗണ്ട് ചെയ്യാൻ പറ്റുമോ? അസ്യൂം യു ക്യാൻ കൗണ്ട് 1 കോയിൻ എവറി സെക്കൻഡ്. ഒരു സെക്കൻഡിൽ നമുക്ക് ഒരു കോയിൻ കൗണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചേക്കണേ. അപ്പോൾ ഒരു കോയിനാണ് എത്ര സെക്കൻഡിൽ കൗണ്ട് ചെയ്യണത്? ഒരു സെക്കൻഡിൽ കൗണ്ട് ചെയ്യണേ. ഈ സെക്കൻഡിനെ നമ്മൾ ഇനി മിനിറ്റിലേക്ക് മാറ്റണം. മിനിറ്റിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 60 ചെയ്യണം. അപ്പം 1 minute എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വന്നത്? 1 into 60 ആണ് വന്നത്. 1 into 60 എന്ന് പറയുമ്പോൾ 60 കോയിൻസ്. അപ്പോൾ ഒരു മിനിറ്റിൽ നമുക്ക് എത്ര കോയിനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ? 60 കോയിൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് എത്രയാ ചോദിച്ചിരിക്കുന്നത്? ഇതിനെ ഒരു ദിവസത്തിലേക്ക് മാറ്റണം. ഇനി 1 മിനിറ്റിന് എന്ത് ചെയ്യണം? 1 അവറിലേക്ക് മാറ്റണം. 1 അവറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3600 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3,600 കോയിൻസ് ആണ് നമുക്ക് ഒരു മണിക്കൂറും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി എത്രയാണ്ടേ? ഈ ദിവസമാണ്, ഒരു ദിവസമാണ് ചോദിച്ചത്. ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂറാണ് ഒരു ദിവസം വന്നത്. 1 ഡേ എന്ന് പറയുമ്പോൾ 24 hours ആണ് വന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 24നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3,600 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണേ? 86,400 ആണ് വന്നത്. അപ്പം ഒരു ദിവസം 86,400 കുട്ടികളാണ്, അല്ല കോയിൻസ് ആണ് നമുക്ക് എണ്ണാൻ പറ്റുള്ളൂ. ഇവിടെ എത്ര കോയിൻസ് എണ്ണാൻ പറ്റുമെന്ന് ചോദിച്ചേക്കണത്? 1 million എണ്ണാൻ പറ്റുമെന്ന് ചോദിച്ചേക്കണം. 1 million വരില്ല, കാരണം അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുണ്ട്. 1 millionും 86,400ഉം നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ 1 millionനെ ഇതും കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 12 ദിവസം വേണം 1 million കോയിൻ കൗണ്ട് ചെയ്യണമെങ്കിൽ. ഒരു ദിവസം നമുക്ക് 86,400 കോയിൻസ് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. 12 days കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 million കോയിൻസ് കൗണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പൊ ഇനി വരുന്നത് ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. ഈ ഫിഗർ ഇറ്റ് ഔട്ടില് ചില ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതുണ്ട്. ഫസ്റ്റ് ഫിഗർ ഇറ്റ് ഔട്ടിലെ ക്വസ്റ്റ്യൻ നോക്കാം.
യൂസിങ് ഓൾ ഡിജിറ്റ് ഫ്രം 0 to 9 എക്സാക്ട്ലി വൺസ്. ഒരു വട്ടേ നമുക്ക് ഡിജിറ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഡിജിറ്റ് 0 ആകാൻ പാടില്ല. ടു ക്രിയേറ്റ് എ 10 ഡിജിറ്റ് നമ്പർ. നമുക്ക് എന്താ ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഒരു 10 ഡിജിറ്റ് നമ്പർ ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം 0 to 9 ഒരു വട്ടേ ഉപയോഗിക്കാൻ പോകുള്ളൂ. 0 to 9 ഉപയോഗിക്കുമ്പോൾ തന്നെ 10 ഡിജിറ്റ് വരുന്നുണ്ട്. 0 ഫസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദ ലാർജസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 5. 5ന്റെ ഏറ്റവും വലിയ മൾട്ടിപ്പിൾ ചെയ്ത് അപ്പൊ നമ്മൾ അറേഞ്ച് ചെയ്യുക. 9 മുതൽ ചെയ്ത് 9, 8, 7, 6, 5, 4, 3, 2, 1 കൗണ്ട് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9. ഇനി ഒരു 0 കൂടി കൊടുത്തേ. ഒരു ഈ മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിരിക്കണം. എൻഡിങ് ഡിജിറ്റ് 5 ആയിരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 0 ആവും. 5ഉം 0യും വരിക. ഇവിടെ 5 നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഇതാണ്. ഇനി സ്മോളസ്റ്റ് ഈവൻ നമ്പർ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് 0 സ്റ്റാർട്ടിങ് പറ്റൂലല്ലോ. അപ്പം 1 0 മുതൽ എഴുതുക. 2, 3, 4, 5, 6, 7, 8, 9. ഈ 9 ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് എന്തായി? ഓഡ് നമ്പർ ആയിട്ട് വരും. അപ്പൊ ഇത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യും. അപ്പൊ ആൻസർ എങ്ങനെ വരും? 1 0 2 3 4 5 6 9 8 എന്ന് എഴുതുക. 9 8 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിട്ട് വന്നു? ഈവൻ നമ്പർ ആയിട്ട് വന്നു. അപ്പൊ ഇത് സ്മോളസ്റ്റ് 10 ഡിജിറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇത് ലാർജസ്റ്റ് 10 ഡിജിറ്റ് നമ്പർ. ഇനി നമുക്കിടെ അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമ്പർ 10,30,285 ഇൻ വേർഡ്സ്. ഇത് വേർഡ്സിൽ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വേർഡ്സിൽ എഴുതി കഴിയുമ്പോൾ ടോട്ടൽ 42 ലെറ്റേഴ്സ് ഉണ്ട്. ഇവിടെ ലാക്ക്, സാധാരണ നമ്മൾ ലാക്ക് എന്നാ പറയാറ്, പക്ഷെ ഇവിടെ ഉപയോഗിച്ചേക്കണ ലാക്സ് ആണ്, എസ് ആണ് വന്നേക്കണത്. അതുകൊണ്ടാണ് ഇവിടെ 42 ലെറ്റേഴ്സ് വന്നേക്കണത്. അങ്ങനെയാണെങ്കിൽ ഗീവ് എ 7 ഡിജിറ്റ് നമ്പർ നെയിം വിച്ച് ഹാസ് മാക്സിമം നമ്പർ ഓഫ് ലെറ്റേഴ്സ്. അതിൻ്റെ അകത്ത് മാക്സിമം നമ്പർ ഓഫ് ലെറ്റേഴ്സ് വരുകയും വേണം. അപ്പൊ ഏതാണ് ആൻസർ എന്നാണ് ചോദിച്ചേക്കണത്. അപ്പൊ നമ്മൾ ഓരോ ഡിജിറ്റ് എഴുതുക. ആദ്യം നമുക്ക് വരുന്ന ഡിജിറ്റുകളുടെ മാക്സിമം ലെറ്റേഴ്സ് വേണ്ടേ. അപ്പൊ നമ്പേഴ്സ് എഴുതുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇത് എഴുതി നോക്കാൻ നേരത്തെ നമുക്ക് മനസ്സിലാവും ഇതിലൊക്കെ 3 ഡിജിറ്റേ ഉള്ളൂ. ഇതും 3 ലെറ്റേഴ്സേ ഉള്ളൂ. ഇവിടെ വരുമ്പോൾ 1 2 3 4 5 ലെറ്റേഴ്സ് വരുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ 1 2 3 4 5 7നും 5 ലെറ്റേഴ്സ് ഉണ്ട്, 8നും 5 ലെറ്റേഴ്സ് ഉണ്ട്. ബാക്കി എല്ലാത്തിനും 4ഉം 3 ലെറ്റേഴ്സേ ഉള്ളൂ. അപ്പൊ മാക്സിമം ലെറ്റേഴ്സ് വേണമെങ്കിൽ നമ്മൾ 3ഓ 7ഓ 8ഓ ഉപയോഗിക്കാം. ഇനി ഈ 3 7 തന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ നോക്കിക്കേ, ഈ തൗസൻഡ്സ്, ലാക്സ്, 100 ഇതിനൊക്കെ എന്ന് പറയുന്ന സ്പെസിഫിക് നമ്പർ അതിൽ തന്നെ ഉണ്ട്. ബാക്കിത്തേനാണ് വ്യത്യാസം തന്നെ. ഇപ്പൊ നമ്മൾ 88 എന്ന് പറയുന്ന ഒരു നമ്പർ എഴുതി വെക്കുക. ഈ 3 7 അതിന്റെ കോമ്പിനേഷൻ അല്ലേ വരുള്ളൂ. 88, പിന്നെ വരുന്നത് 77, 33, അല്ലെങ്കിൽ ബാക്കിയത്തെ കോമ്പിനേഷൻ നോക്കുക. 38, പിന്നെ വേണമെങ്കിൽ 78. നമ്പേഴ്സ് കൗണ്ട് ചെയ്ത് നോക്കുക. 1 2 3 4 5 6 7 8 9 10 11. ഇവിടെ 11 ലെറ്റേഴ്സ് വരുന്നുള്ളൂ. 1 2 3 4 5 6 7 8 9 10 11 12. ഇവിടെ 12 ലെറ്റേഴ്സ് വരുന്നുണ്ട്. 1 2 3 4 5 6 7 8 9 10 11. ഇവിടെ 11 ഉള്ളൂ. 1 2 3 4 5 6 7 8 9 10 11. ഇവിടെ 11 ഉള്ളൂ. 1 2 3 4 5 6 7 8 9 10 11 12. 78ല് 12 നമ്പേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഗീവ് എ 7 ഡിജിറ്റ് നമ്പർ നെയിം വിച്ച് ഹാസ് മാക്സിമം നമ്പർ ഓഫ് ലെറ്റേഴ്സ്. മാക്സിമം നമ്പർ ഓഫ് ലെറ്റേഴ്സ് വരാൻ പാകത്തിന് നമുക്ക് വരുന്ന നമ്പേഴ്സ്. ഇപ്പൊ ഇത് നോക്കിക്കേ. അപ്പം മാക്സിമം നമ്പേഴ്സ് വരുന്നത് 77 വരുന്നുണ്ട്. പിന്നെ വേറെ ഒരെണ്ണം നോക്കാം, 87 വരുന്നത് നോക്കാം. 80 എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 8 9 10 11. ഇവിടെയും 11 വരുന്നു.
അപ്പോൾ ഒന്നുകിൽ 77 അല്ലെങ്കിൽ 78 അല്ലെങ്കിൽ പിന്നെ 73 70 ചേർത്ത് വരുന്ന നമ്പേഴ്സിലാണ് മാക്സിമം നമ്പർ ഓഫ് ലെറ്റേഴ്സ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആൻസർ എഴുതി നോക്കുക. അപ്പോൾ ഇതിൻ്റെ ആൽഫബറ്റ് എഴുതുമ്പോൾ ഒരു നമ്പർ എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഈ 777 എന്ന് പറഞ്ഞാൽ 70 ചേർത്ത് ഏത് ആൽഫബറ്റ് വന്നാലും അതിൻ്റെ അകത്ത് എന്തുണ്ടായിരിക്കും, കൂടുതൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ വരുന്നത് 77. ഈ 77 വരെ 78 എഴുതിയാലും 73 എഴുതിയാലും കറക്റ്റാണ്. 77 lakhs. ഇവിടെ ക്വസ്റ്റ്യനിൽ ലാക്സ് ഉള്ളതുകൊണ്ടാണ് യെസ് നമ്മൾ ഇട്ടേക്കുന്നത്. പിന്നെ പറയുന്നത് 77,000. 77,000. പിന്നെ വരുന്നത് 700. 77. 77ൽ 12 നമ്പേഴ്സ് ഉണ്ട്. ഇവിടെയും 12 നമ്പേഴ്സ് ഉണ്ട്. ഇവിടെയും 12 നമ്പേഴ്സ് ഉണ്ട്. ലാക്ക് കൗണ്ട് ചെയ്യുക. 1 2 3 4 5. ഇവിടെ 5 ഉള്ളൂ. ഇവിടെ 7 എന്ന് പറയുമ്പോൾ 1 2 3 4 5. ഇവിടെയും 5 ഉണ്ട്. 1000 കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7. ഇനി ഈ നമ്പേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കാം. 12 plus 5 17. 17 plus 12 29. 29 plus 8 37. 37 plus 5 42. 42 plus 7 49. 49 plus 12 61. അപ്പോൾ 61 ലെറ്റേഴ്സ് വരുന്നുണ്ട്. ഇവിടെ ലാക്സ് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് എത്ര ലെറ്റേഴ്സ് വരും? 60 ലെറ്റേഴ്സ് വരും. അപ്പോൾ ഇങ്ങനെ ഒരു നമ്പർ എഴുതാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് 78 78 778 ഇങ്ങനെ ഉപയോഗിക്കുന്നതിനും കുഴപ്പമില്ല. 78 lakh. 78,000. പിന്നെ 778. ഒരു സൗണ്ട് കൂടി 778. അങ്ങനെ നമ്പർ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ഇതിൻ്റെ അകത്ത് ഒരു നമ്പർ അങ്ങനത്തെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. റൈറ്റ് 9-digit number where exchanging any 2 digits result in the bigger number. നമ്മൾ ആ നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ബിഗർ നമ്പർ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി സച്ച് നമ്പർ എക്സിസ്റ്റ്, അങ്ങനത്തെ എത്ര നമ്പേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 9-digit നമ്പർ എഴുതി. റൈറ്റ് എ 9-digit number where exchanging any 2 digits result in bigger number. ഏതെങ്കിലും നമ്പർ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരണം? ബിഗർ നമ്പർ കിട്ടണം. 987. ഇപ്പം നമ്മൾ എഴുതുക 987654312. ഇല്ല, ലാസ്റ്റ് 2 ഡിജിറ്റ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാമല്ലോ. ലാസ്റ്റ് 2 ഡിജിറ്റ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 21 എന്ന് പറഞ്ഞു കിട്ടും. 987654321. അതെന്താണ്? ആദ്യത്തെ നമ്പറിനേക്കാൾ വലിയതാണ്. ഹൗ മെനി സച്ച് നമ്പേഴ്സ് എക്സിസ്റ്റ്, അങ്ങനത്തെ എന്തോ ഒരു നമ്പേഴ്സ് വേണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പൊ കോമ്പിനേഷൻ വരുമ്പോൾ പക്ഷെ ഇതിന്റെ തന്നെ ഈ നമ്പറിന്റെ തന്നെ കോമ്പിനേഷനേ വരുള്ളൂ. ഈ നമ്പർ തന്നെ എടുക്കുകയാണെങ്കിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു രീതിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഇനി ഈ നമ്പർ നമുക്ക് എടുക്കാം 1 2 3 4 5 6 7 8 9. ഇതിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 1 ഉം 2 എക്സ്ചേഞ്ച് ചെയ്യാം. 2 ഉം 1 എഴുതാം. 8 ഉം 9 എക്സ്ചേഞ്ച് ചെയ്യാം. 9 ഉം 8 എഴുതാം. ഈ കോമ്പിനേഷനിൽ ഒരേ ഒരു ഇതിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഹൗ മെനി സച്ച് നമ്പർ എക്സിസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ഒരു വട്ടേ വരും. ഇതിന്റെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ലാസ്റ്റ് 2 ഡിജിറ്റ് എക്സ്ചേഞ്ച് ചെയ്ത് എന്തോരം നമ്പേഴ്സ് വേണമെങ്കിലും കണ്ടുപിടിക്കാം. 4th ക്വസ്റ്റ്യൻ ഓൺവേർഡ്സ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ബൈ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് ആടൊന്നും വന്നിട്ടില്ല. അത് കാരണം പെട്ടെന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് പോർഷൻസ് തീർക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഒരു വീഡിയോയിൽ ഒരു 10-20 മിനിറ്റ് കൂടുതലുണ്ട്. അത് കാരണം നമുക്ക് കുറച്ച് വീഡിയോയിൽ ഒത്തിരി പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും.